നമസ്കാരം. നമുക്കിന്ന് ഒ ഇ ടിയുടെ ക്ലബിങ്ങിനെ പറ്റിയിട്ടൊന്ന് നോക്കാമേ. ഒ ഇ ടി ആക്സെപ്റ്റ് ചെയ്യുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അതായത് UK, അയർലൻഡ്, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, സിംഗപ്പൂർ. ആദ്യമേ നമുക്ക് UK എങ്ങനെയാണെന്ന് നോക്കാം. UK നമുക്ക് പോകണമെങ്കിൽ ഒ ഇ ടിക്ക് ലിസണിങ്ങിന്, റീഡിങ്ങിന്, റൈറ്റിങ്ങിന്, സ്പീക്കിംഗ് എല്ലാത്തിനും നമുക്ക് B ഗ്രേഡാണ് ആവശ്യം. സപ്പോസ് നമ്മൾ ഒരു പ്രാവശ്യം എഴുതിയപ്പോൾ ഒരെണ്ണത്തിന് B കിട്ടിയുള്ളൂ, ബാക്കിയെല്ലാം C+ ആയി. C+ ആണ്, C അല്ല. C ആണെ പറ്റത്തില്ല, C+. അപ്പം അങ്ങനെയാണ്. 6 മാസം സമയമുണ്ട്. 6 മാസത്തിനകത്ത് നമുക്ക് നമ്മളെ കൊണ്ട് പറ്റുവാണെങ്കിൽ 1, 2, 3 ഒക്കെ എഴുതാം, കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പം 6 മാസത്തിൻ്റെ അകത്ത് ഒരു റിസൾട്ട്സ് നമുക്ക് വരുമ്പോൾ നേരത്തെ നമുക്ക് B കിട്ടിയില്ലേ, അതിന് C+ കുറയാനും പാടില്ല. അപ്പോൾ നേരത്തെ C+ ആയത് B ആകുകയും വേണം. അങ്ങനെയാണ് UK ആക്സെപ്റ്റബിൾ ആണ്, നമുക്ക് പോകാൻ പറ്റും. UK ഓക്കെയാണ് കേട്ടോ. പക്ഷേ 4 വീണ്ടും അറ്റൻഡ് ചെയ്യണം, അത് നിർബന്ധമാണ്. UK 6 മാസത്തിനുള്ളിൽ കൊടുക്കുകയും വേണം. ഓക്കെ. ദെൻ കമ്മിങ് ടു അയർലൻഡ് ആണെങ്കിൽ ക്ലബിങ് ഇല്ല അവിടെ. ലിസ്ണിങ്ങിനും റീഡിങ്ങിനും C+ മതി കേട്ടോ, C+ മതി അവിടെ. പക്ഷേ റൈറ്റിങ്ങിനും സ്പീക്കിംഗ് ഉറപ്പായിട്ട് B വേണം, ഇല്ലെങ്കിൽ പറ്റത്തില്ല അവിടെ അയർലൻഡിൽ, അത് വേണം. പിന്നെ നമുക്ക് ന്യൂസിലാൻഡാണ്. ന്യൂസിലാൻഡിനും എല്ലാത്തിനും B ഗ്രേഡ് വേണം. പക്ഷേ ന്യൂസിലാൻഡ് അവർ പറയുന്നത്, ഇപ്പോൾ ആദ്യത്തെ പ്രാവശ്യം എഴുതുമ്പോൾ നിങ്ങൾക്ക് 1 B കിട്ടിയുള്ളെങ്കിൽ നിങ്ങൾ 1 വർഷം വരെ സമയമുണ്ട്, അതിൻ്റെ അകത്ത് ഏതാണോ നിങ്ങൾക്ക് പോയത് അത് മാത്രം എഴുതിയെടുത്താൽ നിങ്ങൾക്ക് ന്യൂസിലാൻഡിന് കുഴപ്പമില്ല എന്നാണ് അവർ പറയുന്നത്. അങ്ങനെയാണ് അവരുടെ ഇതിൽ കിടക്കുന്നത്. പക്ഷേ നിങ്ങൾക്കത് ഇപ്പം ആദ്യത്തെ പ്രാവശ്യം എഴുതിയപ്പോൾ ഒരു Bയും ചിലപ്പോൾ ചിലതിന് Dയോ Eയോ ഒക്കെ ആയാലും കുഴപ്പമില്ല. പക്ഷേ അത് നിങ്ങൾ B ആക്കി എടുത്താൽ മതി, അത് മാത്രം എന്നാണ് അവർ പറയുന്നേക്കുന്നത്. പക്ഷേ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് ന്യൂസിലാൻഡിലോട്ടുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അവിടെ നമുക്ക് അഡാപ്റ്റേഷൻ ഉണ്ടല്ലോ, ക്യാപ്പ്. അത് 2019 സീറ്റൊന്നും അവൈലബിൾ അല്ല, എല്ലാം ഫുള്ളി ഓക്യുപ്പൈഡ് ആണ്. 2020 ഇനി അത് അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ 2020 തന്നെ എല്ലാത്തിനും B ഉള്ള ആൾക്കാർ തന്നെ അവിടെ വെയിറ്റിംഗ് ആണ്. അപ്പോൾ അവർ പറയുന്നത് അങ്ങനെ എല്ലാത്തിനും B ഉള്ള ആൾക്കാർക്കാണ് ഞങ്ങൾ പ്രിഫറൻസ് കൊടുക്കുന്നത്, അതിന് ശേഷമേ ഉള്ളൂ ഇതും തന്നെ എഴുതിയെടുത്തവർ. അപ്പം നമ്മളേതായാലും രണ്ടാമത് എഴുതാൻ പോകുമ്പം ഒരെണ്ണം തന്നെയായിട്ട് എഴുതുന്നത് മണ്ടത്തരമാണ്. എല്ലാം ഒന്നും കൂടെ എഴുതുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓപ്ഷൻസ് ഉണ്ടല്ലോ, നമുക്ക് നല്ല സ്കോർ കിട്ടിയാൽ UKയോ അല്ലെങ്കിൽ ഓസ്ട്രേലിയ എവിടെയെങ്കിലും കൊടുക്കാമല്ലോ. ഈ ഒരെണ്ണം മാത്രം എഴുതി കഴിഞ്ഞാൽ പിന്നെ അത് വെറുതെ വേസ്റ്റ് ആവത്തില്ല. അപ്പോൾ അത് നിങ്ങൾ ആലോചിച്ച് ചെയ്യാം കേട്ടോ അതിനെ പറ്റിയിട്ട്. അപ്പോൾ അതാണ് റിഗാർഡിങ് ന്യൂസിലാൻഡ്. പിന്നെ ഓസ്ട്രേലിയക്ക് എല്ലാത്തിനും B ഗ്രേഡ് വേണം, B ഗ്രേഡ്. പക്ഷേ നമുക്ക് ക്ലബ് ചെയ്യാം 6 മാസത്തിൻ്റെ അകത്ത്. ഇപ്പം എന്തിനെങ്കിലും ഒരെണ്ണത്തിന് C ആയാലും കുഴപ്പമില്ല കേട്ടോ, മിനിമം C ആയാലും കുഴപ്പമില്ല. C ആയത് B ആക്കിയാൽ മതി. നേരത്തെ B ഉണ്ടായത് Cയിൽ കുറയാനും പാടില്ല. ആ രീതിയിലാണ് ഓസ്ട്രേലിയക്ക് വേണ്ടിയത്. അപ്പോൾ ഇതാണ് അതിനകത്തെ ക്ലബിംഗ് ആയിട്ട് ഉള്ള കാര്യങ്ങൾ. പിന്നെ നമുക്ക് ഇതിൻ്റെ ഗ്രേഡ്, ഒ ഇ ടിയുടെ ഗ്രേഡ്, ഒ ഇ ടിക്ക് IELTS പോലെ സ്കോറല്ല, ഗ്രേഡാണ്. ഇപ്പം A, B, C+, C, D ഇങ്ങനെ വരും. അപ്പോൾ IELTSുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഞാൻ പറയാം, IELTSൻ്റെ ഒരു 8 to 9 ആണ് ഒ ഇ ടിയുടെ A ഗ്രേഡ് എന്ന് പറയുന്നത്. അതിനവർക്കൊരു സ്കോറുണ്ട്. സ്കോർ അവർ പറയുന്നത് ഒരു 450 to 500 എന്ന് പറയുന്നതാണ് ഒ ഇ ടിയുടെ A ഗ്രേഡ് എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ B ഗ്രേഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ IELTSൻ്റെ 7 to 7.5 ആണ്. അതൊരു 350 to 440 ആണ് അതിൻ്റെ സ്കോർ വരുന്നത്, 350 to 440. C+ ഉണ്ട്, അത് 6.5 ആണ് IELTSൻ്റെ, അതൊരു 300 to 340 ആണ് നമ്മുടെ C+ എന്ന് പറയുന്നത്. പിന്നെ C എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ IELTSൻ്റെ ഒരു 5.5 to 6 ആണ്. അതിൻ്റെ സ്കോർ എന്ന് പറയുന്നത് 200 to 290 വരും, 200 to 290. പിന്നെ 190 ബിലോ 190 to 100 to 190 എന്ന് പറയുന്നതാണ് D ഗ്രേഡ്. അതൊരു 5.5 താഴെ IELTSൻ്റെ സ്കോർ വരുന്നത്. പിന്നെ E ഗ്രേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 to 90 ആണ് കേട്ടോ. പക്ഷെ നമുക്ക് എല്ലായിടത്തോട്ടും വേണ്ടിയത് ഈ B അല്ലെ C+ ആണേ. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ നോക്കുക. പിന്നെ ഇതിൻ്റെ ലിസ്ണിങ്ങിനും റീഡിങ്ങിനും ഇത് ഒ ഇ ടി 2.0 ആണ്. ഒ ഇ ടി 2.0 പണ്ട് നമുക്ക് പെർസെൻറ്റേജ് ആയിരുന്നു. ഒ ഇ ടി 1.0 പെർസെൻറ്റേജ് ആണ് ലിസ്ണിങ് റീഡിംഗ് ഒക്കെ നോക്കിക്കൊണ്ടിരുന്നത്. ഇപ്പം അങ്ങനെയല്ല. അതിനകത്തൊരു ഫിക്സഡ് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. 42 ക്വസ്റ്റ്യൻസ് ലിസ്ണിങ്, 42 ക്വസ്റ്റ്യൻസ് റീഡിങ് അങ്ങനെ വരും. അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻസിനും ഓരോ മാർക്ക് വീതം ആണ്. അപ്പോൾ അതനുസരിച്ച് IELTSൻ്റെ ആ മാർക്സിൻ്റെ പാറ്റേൺ ആണ് ഇവരും ഫോളോ ചെയ്യുന്നത് ഇപ്പോൾ. അപ്പോൾ നമുക്കൊരു 36 to 42 കറക്റ്റ് ആൻസേഴ്സ് ലിസ്ണിങ്ങിനും റീഡിങ്ങിനും വരുവാണെങ്കിൽ നമുക്കൊരു A ഗ്രേഡ് വരും.
അതുപോലെ ഒരു 30 to 35 നമുക്ക് കറക്റ്റായിട്ട് വരുവാണെങ്കിൽ ബി ഗ്രേഡ്. അപ്പം നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ലിസ്ണിംഗ് റീഡിങ് ചെയ്യുമ്പോൾ 30 എബവ് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക, എന്നാലേ നമുക്കൊരു ബി ഗ്രേഡ് കിട്ടുകയുള്ളൂ. പിന്നെ 26 to 29 ആണ് സി പ്ലസ് എന്ന് പറയുന്നത്, 22 to 25 ആണ് സി എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത് സ്കോർ നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൻ്റെ ലിസ്ണിംഗ് റീഡിങ്, അതുപോലെ അതിൻ്റെ OET ഗ്രേഡ്സ്. പിന്നെ ഇത് ഒത്തിരി പേർക്ക് ഡൗട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഇത് OET എങ്ങനെയാണ് ഈ ഗ്രേഡ് നോക്കുന്നത് എന്നുള്ളതാണ്. OET 2.0 ഇപ്പം നമ്മളൊരു അവരുടെ ഇതിനകത്ത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു യൂസർ നെയിം പാസ്വേഡും തരും. അത് വെച്ച് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ മൈ OET പേജിലോട്ടാണ് പോകുന്നത്. മൈ OET പേജിലൊരു ഡാഷ്ബോർഡ് ഉണ്ട്, ഡാഷ്ബോർഡിനകത്ത് ഈ ഡീറ്റെയിൽസ് എല്ലാം വരും. അപ്പോൾ അതിൻ്റെ അകത്ത് റൈറ്റ് സൈഡിലേക്ക് നിങ്ങൾ സ്ക്രോൾ ചെയ്ത് അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും എല്ലാ ഡീറ്റെയിൽസും അതിനകത്ത് ഗ്രേഡ് എന്നും പറഞ്ഞ് കാണും. ഗ്രേഡിൻ്റെ അവിടെയായിട്ടാണ് ഈ സ്കോർ കിടക്കുന്നത്. ഞാനിപ്പോൾ പറഞ്ഞത് 400, 300 എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഗ്രേഡ് കാണും. അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾ നോക്കിയാൽ മതി നിങ്ങൾക്ക് ബി ആണോ സി ആണോ എ ആണോ എന്നുള്ളത് നോക്കാൻ പറ്റും. ഇനി അത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും മാർക്ക് ഷീറ്റ്. അത് അതിൻ്റെ ഫസ്റ്റ് കോളത്തിൽ തന്നെ നിങ്ങൾ റിക്വസ്റ്റ് ഫോർ റീമാർക്കിംഗ് അല്ലെങ്കിൽ ഡിസ്പ്ലേ ഇൻവോയ്സ് എന്ന് പറഞ്ഞ് കാണും. അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഒരു ചെറിയ 3 കാര്യങ്ങൾ അവിടെ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ അതിൽ ഡൗൺലോഡ് ദ മാർക്ക് ഷീറ്റ് എന്നുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ മാർക്ക് ഷീറ്റ് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ അതിനകത്ത് സി ആണോ എ ആണോ എന്നൊക്കെ കാണാൻ പറ്റും. പിന്നെ പണ്ട് OET 1.0 ആയിരുന്നപ്പോഴത്തേക്ക് അവർ മാർക്ക് ഷീറ്റ് നമ്മൾ പറഞ്ഞ അഡ്രസ്സിലേക്ക് അയച്ചു തരുമായിരുന്നു. ഇപ്പോൾ അങ്ങനെ അവർ അയച്ചു തരത്തില്ല, നിങ്ങൾ ഡൗൺലോഡ് ചെയ്യാനാണ് പറയുന്നത്. ആ മൈ OET പേജിൽ തന്നെ അതിനകത്ത് സംവിധാനമുണ്ട്. നിങ്ങൾക്ക് ഏത് ഓർഗനൈസേഷനിലേക്കാണോ നിങ്ങളുടെ OET മാർക്ക് അയച്ചു കൊടുക്കേണ്ടത് അത് നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് മൈ OET പേജിൽ നിന്ന് അയച്ചു കൊടുക്കാൻ പറ്റും. അതിനുള്ള സംവിധാനം മൈ OET പേജിലുണ്ട് കേട്ടോ. അത് നിങ്ങൾ യൂസ് ചെയ്യുക. നിങ്ങൾക്കിപ്പം ഓസ്ട്രേലിയയുടെ ആണെങ്കിൽ ഓസ്ട്രേലിയയിലേക്കുള്ള അതിനകത്തുനിന്ന് തന്നെ നമുക്ക് സെൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പിന്നെ ലിസ്ണിംഗ് റീഡിംഗ് ആണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ പഠിക്കാൻ തുടങ്ങുന്ന OET പഠിക്കാൻ ഉള്ളവരാണെങ്കിൽ അത് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ABC ഹെൽത്ത് ന്യൂസ് ഉണ്ട്, ഓസ്ട്രേലിയൻ റേഡിയോ ഹെൽത്ത് ന്യൂസ്. അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് സ്ഥിരമായിട്ട് അത് കേൾക്കുന്നത് എഴുതി നോക്കുക. അപ്പോൾ ലിസ്ണിംഗ് സ്കിൽസ് ഇമ്പ്രൂവ് ആവും. അതുപോലെ റീഡിങ്ങിന് വേണ്ടിയിട്ട് ഒരുപാട് ഹെൽത്ത് ജേർണൽസ് നിങ്ങൾക്ക് ഗൂഗിളിൻ്റെ അകത്തുണ്ട്. അത് ഡൗൺലോഡ് ചെയ്ത് അത് വായിച്ചിട്ട് ഓരോ പാരഗ്രാഫും അതിൻ്റെ മെയിൻ ഐഡിയ എന്താണെന്ന് മനസ്സിലാക്കി വെക്കുക. പിന്നെ അറിയാൻ മേലാത്ത വേർഡ്സിൻ്റെ മീനിങ്സൊക്കെ നിങ്ങൾ ഡിക്ഷണറി നോക്കി എഴുതി വയ്ക്കുക. അങ്ങനെയൊക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ലിസ്ണിംഗ് ആൻഡ് റീഡിങ് സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് അത് യൂസ്ഫുള്ളാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, ഹോപ്പ് ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു സോ മച്ച്.